പ്രവിതലക്ഷ്മി തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. പ്രവിത, അത്തച്ചമയ ഒരുക്കങ്ങൾ നടക്കുന്ന ഹാളിലാണ് പ്രവിത ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹാളിൽ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? അവിടെ രൂപങ്ങളും ഭാവങ്ങളും മാറി വേഷങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, വിവരങ്ങൾ പറയും. കുറേ അധികം സുഹൃത്തുക്കളും പ്രവിതയുടെ ഇടവും പോലെ കുറെ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അത്തം ദിനാശംസകൾ. അതെ അതെ, സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് പ്രേക്ഷകർക്ക് അത്തം ദിന ആശംസകൾ. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ അത്തം നഗരിൽ വന്നപ്പോൾ കുറെയൊക്കെ തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെ കൂടുതലായിട്ട് ഫ്ലോട്ടുകളും ഒപ്പം തന്നെ മറ്റ് കലാകാരന്മാർ ഒരുങ്ങുന്നതൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അധികം ആളുകൾ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്റോടൊപ്പം നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ഫുൾ ഫാമിലി ഉണ്ട്. നമ്മൾ ഈ ബാലരമയിലെ കഥാപാത്രങ്ങളാണ്. കുട്ടൂസൻ, ഡാഗിനി, ലുട്ടാപ്പി, മായാവി എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് കൂടി ഈ അത്തത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ലുട്ടാപ്പിയോട് ചോദിക്കാം എന്താണ് കഥയെന്ന്. ഹലോ ലുട്ടാപ്പി. ലുട്ടാപ്പി, എന്തുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അത്തം ദിനാശംസകൾ. അത്തം ദിനാശംസകൾ. അതെ, അപ്പൊ ലുട്ടാപ്പി, നിങ്ങള് ഫുൾ ഫാമിലി ഉണ്ടല്ലോ ഇന്ന് ഇവിടെ, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് അടിച്ചു പൊളിക്കാൻ തന്നെയാണോ? അതെ അതെ. എത്ര നാളായി ഇങ്ങനെ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയമാണല്ലോ. സാധാരണ നമ്മൾ ഈ അത്തത്തിനും ഓണത്തിനോടനുബന്ധിച്ചൊന്നും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ഒന്നും കാണാറില്ല. അപ്പൊ എന്താ ഇത്തവണ ഇത് സെലക്ട് ചെയ്തത്? കൊച്ചു പിള്ളേരുള്ള സ്കൂളല്ലേ, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഓ, അപ്പൊ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നോടൊപ്പം എന്താ ലുട്ടാപ്പി കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ലുട്ടാപ്പി ഇപ്പം മായാവി ഉണ്ടായിരുന്നു. മായാവി ഇപ്പം മറ്റൊരു ചാനലിലൂടെ സംസാരിക്കും. അപ്പൊ മായാവി ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. എത്ര നാളായി ഇങ്ങനെ കലാകാരന്മാരായി വേഷം കെട്ടി ഇങ്ങനെ ഓരോരോ ഫ്ലോട്ടിന്റെയും ഒപ്പം തന്നെ മറ്റ് ദൃശ്യ ഭംഗിയുടെ ഒക്കെ ഭാഗമാകാൻ തുടങ്ങിയിട്ട്? ഒരുപാട് നാളായിട്ട് നമ്മൾ കുറെ പ്രോഗ്രാം ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണോ അത്തം ഘോഷയാത്രയ്ക്ക് വരുന്നത്? അതെ. എവിടെ നിന്നാ വരുന്നത്? തിരുവനന്തപുരം. ഓക്കെ, എന്താ പേര്? വിജിത്ത്. അതെ, അപ്പൊ അതാണ് ഇങ്ങനെ പലതരത്തിലുള്ള കലാകാരന്മാർ ഇവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പൊ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇവർ പറഞ്ഞത് ഇവരുടെ പണിപ്പുരയിൽ ഇനിയും ഗൊറില്ലയും ഒക്കെ ഉണ്ട്. അവരൊക്കെ മറ്റൊരു സ്ഥലത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അവരെല്ലാം ഇനി സമയമാകുമ്പോൾ 9 മണിക്കാണ് ഈ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. മാത്രമല്ല അത്തം ഘോഷയാത്രയും അതോടനുബന്ധിച്ചാണ് നടക്കുക. അപ്പോൾ അതിന് മുന്നോടിയായി കൂടുതൽ ആളുകൾ, കൂടുതൽ കലാകാരന്മാർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇനിയിപ്പോ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ കളർഫുൾ ആയി മാറാൻ പോവുകയാണ്. കാരണം അറിയാം, അത്തം ഘോഷയാത്ര എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല. തൃപ്പൂണിത്തുറയെ വളരെ കളർഫുൾ ആക്കുന്ന ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കലാപരിപാടികൾ, പ്രകടനങ്ങൾ ഒക്കെ ഉണ്ടാവും. തൃപ്പൂണിത്തുറ നഗരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഓണത്തിന്റെ ആ ലഹരിയിലേക്ക് അമർന്നിരിക്കുകയാണ്. അങ്ങനെ അത്തത്തോടെ ഓണത്തിനുള്ള ആഘോഷങ്ങൾ അത് തുടങ്ങുകയായി. SK. ഓക്കെ പ്രവിത, ഇനി വേണമെങ്കിൽ ഈ ലുട്ടാപ്പി പോലെ ഏതെങ്കിലും ഒരു സാധനത്തിന് തലയെടുത്ത് വെച്ചു കുറച്ചു നേരം അവിടെ നിൽക്കുക. ഞാനിപ്പോ അടുത്ത ആളിലേക്ക് പോവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.